നീ ആദ്യം ബൈബിളിലെ ബേസിക്സ് ആദ്യം പഠിക്കണം. ഈ ആദ്യം യഹൂദന്മാരെ സംബന്ധിച്ച് യഹൂദന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും പുറംജാതികളായി. അതിനെയാണ് ഈ ജാതികളെന്ന് വിഷയം. നമ്മളെല്ലാം പുറംജാതികളാണ്. അല്ലാതെ ഈ ക്രിസ്ത്യൻ ജാതി മുസ്ലിം ജാതി എന്നുള്ളതല്ല. യഹൂദന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും അവർ അന്യജാതിക്കാരെന്ന വിഷയം. അപ്പം യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ വിശ്വാസം യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജാതികൾക്ക് വേണ്ടി അല്ല എന്നൊരു കൺസെപ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു. അതിനെയാണ് പൗലോസ് ജാതികൾക്ക് സുവിശേഷം അറിയുന്നത്. അതുകൊണ്ടാണ് പൗലോസിനെ ജാതികൾ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത്. യേശു വന്നിട്ടാണ് ഇവിടെ ക്രിസ്തുമതം ഉണ്ടാക്കിയത്. യേശു വന്നിട്ട് ക്രിസ്തുമതം ഉണ്ടാക്കില്ല. യേശു ക്രിസ്തുമതം ഉണ്ടാക്കിയത്. നമ്മൾ ഈ ജാതിയുടെ കൺസെപ്റ്റ് വരുമ്പോൾ ജാതിയുടെ പ്യൂറായിട്ടുള്ള അല്ലാതെ യേശു പറഞ്ഞു നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. നീ ഒറ്റ ഫോളോ ചെയ്യാൻ പറയും. ഈ ഫോളോ ചെയ്യാൻ പറയുന്നതിന് പേരിൽ ഇങ്ങനത്തെ വിവിധ രീതിയിലുള്ള ഈ ക്രിസ്തുവിന്റെ ഫോളോ ചെയ്യുന്നവർ തമ്മിൽ വിവിധ രീതിയിലുള്ള ആരാധന ക്രമങ്ങളും വിവിധ രീതിയിലുള്ള വിശ്വാസങ്ങളും കൊണ്ടുവന്ന് തന്നെ അതിന്റെ അത് പോയില്ലേ. ഒറ്റയാളെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. ഒറ്റയാളെ ഫോളോ ചെയ്യാൻ ഒരാളെ ഫോളോ ചെയ്യാൻ പറഞ്ഞു തരാം. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഫോളോ ചെയ്തതിന് അർത്ഥമില്ലല്ലോ. ഞാനിപ്പോ എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ നടന്നു പോയല്ലോ. ഞാൻ പറഞ്ഞിരിക്കടിയാ. ഞാൻ നടന്നു ഒറ്റ വഴി കൂടെയാ. എന്റെ ഫോളോവേഴ്സും എന്റെ ഞാൻ നടന്ന അതേ വഴി കൂടെ എല്ലാവരും ഇവിടെ ബാക്കിയുള്ള ക്രിസ്തുമത ഇപ്പൊ ഉണ്ടായതല്ലേ. ആദ്യത്തെ മനുഷ്യനോട് ക്രിസ്തുവാണെന്ന് തന്നെ നിങ്ങൾ ചോദിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഞാൻ പറഞ്ഞ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാനത് പറഞ്ഞതല്ല. ഒന്ന് മനസമാനപ്പെടുക. ജാതികൾക്ക് സുവിശേഷം അറിയിക്കാൻ അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുക്കും. അപ്പൊ വിവിധ കൾച്ചറിലുള്ള പല സ്ഥലങ്ങളിൽ കൊരിന്തിയിലുള്ള സഭ ഉണ്ട്, റോമിലുള്ള സഭയുണ്ട്, പിന്നെ എഫേസ്യ സഭയുണ്ട്, അന്ത്യോക്യ സഭയുണ്ട്, മാസിഡോണിയ സഭ സ്ഥാപിച്ചു. അപ്പൊ ഓരോ രാജ്യത്തും അവിടുത്തെ കൾച്ചറിൽ പല യേശുവിന്റെ അപ്പോസ്തലന്മാർ പലരാണ് ചെന്ന് അവിടെ സുവിശേഷം അറിയിക്കും. രീതിയിൽ അവിടെ ഉള്ളവർ അവരുടേതായ ഓരോ അപ്പോസ്തലന്മാരെ അറിയിച്ച വ്യത്യസ്തതയ്ക്കനുസരിച്ച് ഓരോ സഭകളും ഓരോ ആരാധനാക്രമങ്ങളും ഉണ്ട്. അവരെല്ലാം ക്രിസ്തുവിന് അവർ തമ്മിൽ യാതൊരു അടിയുമില്ല, സമ്മതിക്കണം. പക്ഷെ ഇവിടെ സംഭവിച്ചത് കേരളത്തിൽ സംഭവിച്ച എന്നാ നീ ഇവിടെ സഭ അറിയേണ്ട കേരളത്തിൽ ഒരു സഭ ഓൾറെഡി ഉണ്ടായിരുന്നു, തോമാസ്ലിക സ്ഥാപിച്ച സഭ. അതിൻ്റെ ഇടയിൽ വെളിയിൽ നിന്ന് ഫോറിനുള്ള മിഷനുകാർ അന്ത്യോക്യയായിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഈ ജ്ഞായിതോമ പോലുള്ളവർ വന്നു. അവിടുന്ന് ഒരു ബിഷപ്പ് വന്നു. അങ്ങനെ നമ്മൾ അന്ത്യോക്യയുടെ അവരുടെ ശ്രമങ്ങൾ ഇവിടെ സുറിയാനിയുടെ അംഗീകരിച്ചപ്പോഴാണ് പോപ്പിന്റെ ആളുകൾ ഇവിടെ വന്നു. പോപ്പെന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു കത്തോലിക്ക സംഭവം വളരെ നോക്കി ഡിവിഷൻ ഉണ്ടായിരുന്നു. ക്രിസ്തുമതം ചിലർ വിശ്വസിക്കുന്ന ബൈബിളിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ പല രീതിയിൽ വിശ്വസിക്കുന്നു. പക്ഷെ അവരെല്ലാം തമ്മിൽ ഇപ്പോഴും എക്യുമെനിസത്തിന്റെ ബന്ധത്തിൽ വളർത്തിയിരിക്കുന്നു. എനിക്കത് collaboration of different groups of people and different groups of religions. തിയറിറ്റിക്കൽ ആസ്പെക്ട് ഒന്നും കേൾക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഒരു കമ്മ്യൂണിസം ആണ് ലോകത്തിലുള്ള ഏറ്റവും നല്ല വാദം. ഏറ്റവും നല്ല കമ്മ്യൂണിസം എന്ന് പറയേണ്ടി വരും. അവരെ എന്താ എന്ത് ഐഡിയാസിന്റെ ബേസിലാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവും ഇല്ല. എന്താണ് ക്രിസ്ത്യൻ ആ കമ്മ്യൂണിസ്റ്റ് ഉദ്ദേശിക്കുന്നത്? മേഖലയുടെ കാര്യം കമ്മ്യൂണിസം
നമ്മുടെ നീ ബൈബിൾ കൊടുക്കുന്നു കാരണം നമ്മൾ തുടങ്ങിയ എന്താ മതം വേണോ വേണ്ടതാ മതം വേണ്ട സഭ വേണ്ട മതത്തിലേക്ക് സഭ വേണോ വേണ്ട നമ്മൾ നീ സഭയെക്കുറിച്ചുള്ള അറ്റ്ലീസ്റ്റ് ഒരു പുറത്തു പോയാലും വിവിധ സഭകളുണ്ട്. നീ സഭയിൽ നീ സഭയിലുള്ള എന്തെങ്കിലും നമ്മൾ വേണമെന്നുള്ളതാണെങ്കിൽ നമ്മൾ വന്ന ക്വസ്റ്റ്യൻ എന്താ ഇൻഡസ്ട്രി വരുവാണെങ്കിൽ ആ ഇൻഡസ്ട്രി വരുന്നതിന് എന്താ ഉപകാരം ഉടപ്പാണ് ഞാൻ പറയുമ്പോൾ ഈ കാര്യത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ നിന്റെ നമ്മൾ തുടങ്ങിയതാ അതിന്റെ ഗുഡ് പോയിന്റ്സ് എന്ത് ഉപകാരമാണ് ഇഷ്ടംപോലെ ജീവിതമായിരുന്നു ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പോഴത്തെ സഭ എന്നുള്ളത് സഭയാണെന്നാണ് പറഞ്ഞു ഞാൻ എടുക്കും. ആര് പറഞ്ഞു ഞാൻ പോയിന്റ് നീ ഉദ്ദേശിക്കുന്ന തിയറട്ടിക്കലായിട്ട് ഞാൻ ഇതെല്ലാം അംഗീകരിക്കുന്നു. ഈ സഭയുടെ ഡെഫിനിഷൻ ഇയാൾ ഇതൊക്കെ പറഞ്ഞു. സഭ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജനക്കൂട്ടം എന്നുള്ള അർത്ഥമുള്ളൂ. അത്രേ ഉള്ളൂ. സഭ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എന്നുള്ള അർത്ഥമുള്ളൂ. സഭ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എന്നുള്ള അർത്ഥമുള്ളൂ. ഈ ബൈബിള് നീ വിശ്വസിക്കുന്നുണ്ടോ? ബൈബിളിനെ ബൈബിള് സഭയെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്നു, വിശ്വസിക്കുന്നവരുടെ കൂട്ടമാകുന്നു. ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ ഇയാൾ വെറും ജനക്കൂട്ടം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സഭ എന്താണെന്ന് ആലോചിച്ചത്? സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചത്? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചല്ല സഭ എന്നൊരു അർത്ഥം അവൻ എന്നോട് ജസ്റ്റ് ചെയ്ത് സഭ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ ഡിബേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ക്രിസ്തു എന്ന ആ സംഭവത്തിലേക്ക് അങ്ങനെയാണ് ഇപ്പൊ സഭയില്ലേ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് സഭ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? മാർത്തോമുണ്ട്, നീ വളഞ്ഞിരിഞ്ഞു പോകുന്നതിനാ ഇതുകൊണ്ടുള്ള ഉപകാരം. ജസ്റ്റ് ഒരു 5 ഞാൻ 100 നീ ഇങ്ങോട്ടേക്ക് നോക്ക്. ജൂറിനോടല്ല. എടാ അങ്ങനല്ല, ഞാൻ ജൂറിയോടെ സംസാരിക്കാം. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ജൂറി വരട്ടെ. ഇവിടെ എന്തെങ്കിലും വ്യത്യസ്തമുള്ള ആവശ്യം നമ്മൾ അതാണ് തുടങ്ങിയ വിഷയമാണ്. അപ്പൊ അവൻ പറഞ്ഞ അതല്ല. ഇപ്പൊ പറഞ്ഞു ഇവിടെ എന്തിനും മാർത്തോമ ഓർത്തഡോക്സ്. അപ്പൊ അത് തന്നെ അവൻ വേണ്ടി ഞാൻ മാർത്തോമ ഓർത്തഡോക്സ് പറയാം. സഭ എന്താണെന്നല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിച്ച ഞാൻ ഒന്നും പറയാൻ പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ കാര്യത്തിൽ ടോപ്പിക്കിനെ ക്രിസ്തു മതത്തിൽ സഭ എന്തിനാണ്? അത് അവരുടെ വിശ്വാസം സഭയിൽ കൂടെ വിശ്വസിക്കുന്ന അതാ ഞാൻ പറഞ്ഞത്. പൗലോസ് പറഞ്ഞേക്കണത്. പൗലോസിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ബൈബിളിൽ കണ്ട ലേഖനങ്ങൾ പൗലോസിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ പൗലോസ് പറഞ്ഞ കാര്യങ്ങളും അംഗീകരിക്കുന്നത് പൗലോസാണ് സഭ സ്ഥാപിച്ചത്. സഭ വിവിധ എന്താ സഭയുടെ തുടക്കം നമുക്കറിയാമോ? ഞാൻ പറയുന്നത് ഒരാൾ പറയുമ്പോൾ ഒബ്ജക്ട് ചെയ്തു. എന്നിട്ട് ഒബ്ജക്ട് ഓക്കെ ഒബ്ജക്ട് ഓവർ